ആഷിക്ക്, ഇപ്പോൾ അയൽവാസി കൂടി പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ അത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ ഈ യുവാവിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒന്നും നോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അയൽവാസി പറയുന്നത്. തീർച്ചയായും ഈ അയൽവാസി സൂചിപ്പിച്ചതുപോലെ കൊല്ലപ്പെട്ട ഈ യുവാവിന്റെ സുഹൃത്ത് അഫാന്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനയാണ് നിലവിൽ വരുന്നത്. ഈ സുഹൃത്തിനെ അഫാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വെഞ്ഞാറമൂടുള്ള സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ 5 പേരുടെ യുവാവ് അവകാശപ്പെടുന്നത് അനുസരിച്ചാണെങ്കിൽ 6 പേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനകളാണ് നിലവിൽ വരുന്നത്. ഈ പേരുമലയിലുള്ള യുവാവിന്റെ വീട്ടിൽ മരണപ്പെട്ടത് 2 പേരാണ്. 3 പേർക്ക് വെട്ടേറ്റുകയും ഒരാൾ ഗുരുതരമായി ചികിത്സയിൽ കഴിയുകയും ഈ അഫാന്റെ സഹോദരനും വിളിച്ചിറക്കിക്കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടിയും മരണപ്പെടുകയാണ് ഉണ്ടായത്. പോലീസ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട മറ്റൊരാൾ 88 വയസ്സുകാരിയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. സ്വന്തം പിതാവിന്റെ മാതാവാണ് ഈ പറയുന്ന അഫാൻ. കൊല ചെയ്തു എന്ന് അവകാശപ്പെടുന്ന അഫാന്റെ പിതാവിന്റെ മാതാവായിട്ടുള്ള പാങ്ങോട് സ്വദേശി സൽമ ബീവി എന്ന 88 വയസ്സുകാരിയും മരണപ്പെട്ടു എന്നുള്ള വിവരം നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുകയാണ്. ആഷിക്ക്, മറ്റ് 2 പേർ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അയൽവാസിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിനും ഒരു വ്യക്തതയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളാണോ അവർ എന്നൊരു സംശയമുണ്ട് എന്നാണല്ലോ. തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് SL പുരം ചുള്ളാളം എന്ന സ്ഥലത്താണ് മറ്റ് 2 പേരെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ലത്തീഫ്, ഷാഹിദ എന്നു പേരുള്ള 2 പേരെയാണ് അഫാൻ വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അഫാന്റെ തന്നെ ബന്ധുക്കളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരുവരുടെയും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ അയൽവാസി അടക്കം പറയുന്ന രീതിയിൽ ഈ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ പോലീസും തയ്യാറായിട്ടില്ല. കാരണം സങ്കീർണമായ ഒരു കഥ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് അതിലൊരു വ്യക്തത വരാതെ പോലീസിന് ഇതിൽ ഒരു തരത്തിലുള്ള മറുപടി നൽകാനും പറ്റാത്ത സാഹചര്യമുണ്ട്. ഏതായാലും സങ്കീർണമായ ചില കുടുംബ ബന്ധങ്ങളും അതിലുണ്ടായ ചില പ്രശ്നങ്ങളുമാണ് ഈ തലസ്ഥാനത്ത് ഇത്ര വലിയൊരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അതിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. 23 വയസ്സുകാരൻ തന്റെ മാതാവിനെയും സഹോദരങ്ങളെയും അടക്കം ഉറ്റ ബന്ധുക്കളെ ഈ നിലയിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് എന്താണ് എന്നുള്ളത് അറിയാൻ ഇനിയും സമയമെടുക്കുമെന്ന് തന്നെ പറയാം. ഏതായാലും 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 23 വയസ്സുള്ള അഫാന്റെ അനുജൻ എന്ന് പറയുമ്പോൾ ഏതായാലും നമുക്കൊരു 18 വയസ്സ് ആ കണക്ക് തന്നെ കൂട്ടാം. 18 വയസ്സോളം ഉള്ള ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും മരണപ്പെട്ടിരിക്കുന്നു. 88 വയസ്സുള്ള ഒരു വൃദ്ധ മരണപ്പെട്ടിരിക്കുന്നു. സ്വന്തം ചോരയെ തന്നെ കൊല ചെയ്യുന്ന നിലയിലേക്ക് സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. അഫാൻ എന്താണ് ഇതിന് പ്രേരണ ആയത് എന്നുള്ളതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അമൃത, ഈ ഘട്ടത്തിൽ ഏതായാലും നിലവിൽ 5 പേരുടെ മരണം സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. ഒരാൾ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. അത് പ്രതിയുടെ മാതാവാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യം. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അതെ, എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം, 5 പേരെ വെട്ടിക്കൊന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ചോദ്യങ്ങൾ ഇപ്പോഴും നിരവധിയാണ് അവശേഷിക്കുന്നത്. ആഷിക, വൈകിട്ടോടു കൂടിയാണല്ലോ ഈ യുവാവ് ഡിവൈഎസ്പിക്ക് മുന്നിൽ ചെന്ന് ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തുന്നത്. ഇത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തിയത്? ഈ 5 പേരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നോ? ആ സമയത്ത് ആ പ്രദേശത്ത് മറ്റാളുകളൊന്നും ഇല്ലായിരുന്നോ? ഇപ്പോൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയാവുന്ന നിലയിൽ പറയാവുന്ന വെഞ്ഞാറമൂട് പേരുമലയിലെ അഫാന്റെ വീട്ടിൽ ഇപ്പോൾ വലിയ ആൾത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രദേശവാസികൾ ഈ വാർത്തയെ അറിഞ്ഞ് തടിച്ചു കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വൈകിട്ടോടെ വെഞ്ഞാറമൂട് ഡിവൈഎസ്പിയുടെ മുമ്പിൽ വന്ന് കുറ്റസമ്മതം നടത്തുമ്പോൾ മറ്റാരെങ്കിലും ഈ കൊലപാതകം നടന്നത് അറിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ പ്രദേശവാസികളൊന്നും ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം നടന്നത് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൊലപാതകം നടത്തിയ ശേഷമാണ് പോലീസിന് മുന്നിലേക്ക് ഈ അഫാൻ വന്ന് കുറ്റസമ്മതം നടത്തുന്നതും തന്റെ മാതാവും സഹോദരങ്ങളും അടക്കമുള്ള 6 പേരെ താൻ കൊന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച പോലീസിന് മുമ്പിൽ മൊഴി നൽകുന്നത്. ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്
പോലീസിന്റെ ആദ്യഘട്ട മൂവ്മെന്റുകൾ നടക്കുന്നത്. അതിൽ ആദ്യത്തെ മൂവ്മെന്റ് പേരുമലയിലെ വീട്ടിലേക്ക് തന്നെ ഒരു സംഘം പോലീസുകാരെത്തുകയും അവിടെ നടന്ന സംഭവങ്ങൾ വിലയിരുത്തുകയുമായിരുന്നു. തുടർന്ന് മറ്റു മൊഴികളുടെ അടിസ്ഥാനത്തിൽ മറ്റിടങ്ങളിലേക്ക് SL പുരത്തെ ചുള്ളാളത്തെ വീട്ടിലേക്കും മറ്റു പ്രദേശങ്ങളിൽ ഈ പറയുന്ന 88 കൊല്ലപ്പെട്ട മറ്റ് വീട്ടിലേക്കും പോവുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഈ 5 പേരുടെ മരണം സ്ഥിരീകരിക്കാൻ പോലീസിനായി നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിലയിരുത്തുകയാണെങ്കിൽ അഫാൻ അവകാശപ്പെട്ട 6 പേരിൽ ഒരാൾ ഈ മാതാവ് കൂടിയായിരിക്കും. അമ്മ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ജീവനുള്ളത്, അമ്മയ്ക്ക് മാത്രമാണ് ജീവനുള്ളത്.